ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എസ്.എഫ്.ഐ കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും CPM നേതൃത്വം ഇടപെട്ട് പ്രസ്ഥാനത്തെ പിരിച്ചുവിടണമെന്നും വി.ഡി. സതീശൻ. കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് എസ്.എഫ്.ഐ എന്നും CPM അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലുകളാക്കുകയാണെന്നും സതീശൻ കാസർഗോട്ട് പറഞ്ഞു. എറണാകുളത്തും തിരുവനന്തപുരത്തും നടന്ന സംഭവങ്ങളെ പരാമർശിച്ചായിരുന്നു വി.ഡി. സതീശൻ എസ്.എഫ്.ഐക്കെതിരെ വിമർശനമുന്നയിച്ചത്. കേരളത്തിലെ ഏത് ക്യാമ്പസിൽ മയക്കുമരുന്ന് പിടിച്ചാലും റാഗിംഗ് നടത്തിയാലും അതിനു പിന്നിൽ എസ്.എഫ്.ഐ ആണ്. ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് എസ്.എഫ്.ഐക്കാർ. CPM അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലാക്കുകയാണ്. CPM അതിൽ നിന്ന് പിന്മാറണമെന്നും സതീശൻ പറഞ്ഞു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും മയക്കുമരുന്ന് പിടിച്ചാലും അതിന് എസ്.എഫ്.ഐക്കാരുണ്ട്. വയനാട് പൂക്കോട് സിദ്ധാർത്ഥിന്റെ കൊലപാതകം അല്ലേ, അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് അതിന്മേൽ ഫെവിക്കോൾ അടിച്ച സംഭവം, ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥികൾ ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റനേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റുകയാണ് CPM. ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം. ദയവ് ചെയ്ത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയണം. ലഹരി മരുന്നിനെതിരെ അതിശക്തമായ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേരെ മന്ത്രിസഭാ യോഗത്തിൽ പോയി 1-ാം തീയതി മദ്യം വിളമ്പുമെന്ന് പ്രഖ്യാപനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇത് കാപ്പട്യമാണ്. ലഹരിക്കെതിരെ ആഞ്ഞടിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും കള്ളിനൊപ്പം ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ലഹരി മരുന്നിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കും. എന്തൊരു കാപട്യമാണ് കാണിക്കുന്നത്, എന്തൊരു കാപട്യമാണ്. 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനമെടുക്കുക, നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക, പത്രസമ്മേളനം നടത്തി ആഞ്ഞടിക്കുക, ഇനി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന് പറയാം. ഇത് നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി അവധിയായിരുന്നു, അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക, ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക, എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാം കല്ലിൻ്റെ ഒപ്പം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.